നമ്മളിന്ന് വെള്ളാപ്പള്ളിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് രാവിലെ നിലമ്പൂരിൽ വെച്ച് നടന്ന SNDPയുടെ ഒരു കൺവെൻഷനിൽ വെച്ച് മലപ്പുറം ജില്ലയെ ഇവിടെയുള്ളവർ ഒരു പ്രത്യേക രാജ്യമാണെന്നും ഇതൊരു പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണെന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു. ശ്വാസം മുട്ടിയാണ് ഇഴവരടക്കമുള്ള പിന്നോക്ക വിഭാഗക്കാർ ഇവിടെ ജീവിക്കുന്നത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൽ വെച്ച് പറഞ്ഞത്. ഇത് വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. നമ്മോടൊപ്പം ദാമോദർ പ്രസാദ് സാറാണ്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇത് ബോധപൂർവമുള്ള ഒരു പരാമർശമാണോ, അതല്ല ഉള്ളിലുള്ള ഒരു ബോധം അതങ്ങനെ തന്നെ പുറത്തു വന്നതായിട്ടാണ് കാണേണ്ടത്? അതിൽ ഉള്ളിലുണ്ടോ പുറത്തുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഉള്ളിൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഈ വെള്ളാപ്പള്ളി അട്രൻസുകളാണല്ലോ പ്രധാനം. അയാളുടെ ഉള്ളിൽ നമുക്ക് ഉള്ളിൽ കണ്ടുപിടിക്കാനുള്ള നമുക്ക് എന്താണെന്നറിയില്ല. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രധാനമായിട്ടും കേരളത്തിൽ ഇസ്ലാം ഭീതി വളർത്തുന്ന രണ്ടാൾക്കാരാണ് പ്രധാനമായിട്ട് കേരള രാഷ്ട്രീയത്തിലുള്ളത്. ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ, മറ്റൊന്ന് PC ജോർജും. ഇതൊരു വസ്തുതയാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിവർ ആവർത്തിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് വളരെ ബോധപൂർവം തന്നെയാണെന്ന് വിശ്വസിക്കേണ്ടി വരും നമുക്ക്. കാരണം ഒരു തവണയല്ല പല തവണയും ഇവരിത് ഉന്നയിക്കുന്നുണ്ട്. ആ ഒരു ഇസ്ലാമോഫോബിയയുടെ ഒരു അന്തരീക്ഷം കേരളത്തിൽ പരത്തുന്നതിൽ ഓരോ സംഗതിയെയും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരുന്നത്. ഇത് രാഷ്ട്രീയമായി മുതലെടുക്കാനായിരിക്കാം. കാരണം രണ്ടുപേർക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ BJPയുമായിട്ടും ഇന്ത്യയിലെ BJP ആയിട്ട് വളരെ ബന്ധമുണ്ട്. ഈ ചുങ്കത്തറിലെ വേദിയിൽ തന്നെ നമ്മൾ കാണുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ BJDSൻ്റെ നേതാവുമായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയും വേദിയിലുണ്ടെന്ന് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും. അയാൾ BJPയുടെ NDAയുടെ സഖ്യകക്ഷിയാണ്. വളരെ കൃത്യമായിട്ട് BJP രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. PC ജോർജ് ആണെങ്കിൽ BJP രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. BJPയിൽ ഉള്ള PS ജോർജിൻ്റെ പാർട്ടി കൊണ്ട് ലയിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തിൽ ഇത് വളരെ ബോധപൂർവ്വം ആസൂത്രണമായിട്ട് പറയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ഇത് ബോധപൂർവമാണെന്ന് പറയാൻ കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ തവണയല്ല, പലപ്പോഴും പരസ്യമായിട്ടും ചിലപ്പോൾ വളരെ ധ്വനിപ്പിക്കുന്ന വിധത്തിലും ഈ കാര്യം ആവർത്തിക്കാറുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതായത് ഒരു മനുഷ്യൻ നമ്മൾ അടിസ്ഥാനമുള്ള നമ്മളുടെ ഒരു ബേസിക് മാനവികത എന്നൊക്കെ പറയണല്ലോ. അങ്ങനെയൊക്കെ പറയണത് ശരിയാണ്, കേരളം എല്ലാവർക്കും അതുണ്ട്. പക്ഷേ അതുപോലും ഉൾക്കൊള്ളാതെയാണ് നൗഷാദിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. നൗഷാദിൻ്റെ അത്ര ത്യാഗം എന്താ പറയുക, കേരളം മുഴുവൻ ആദരവോടെ കാണുന്ന സമയത്താണ് ഒരു ശബ്ദം നമ്മൾ കേട്ടത്, ഏറ്റവും വികൃതമായ കേരളത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ശബ്ദം ഉണ്ടായത്. അന്ന് ആഭ്യന്തരമന്ത്രി അതിനെ നടപടിയെടുക്കാൻ പോയി. അതിൻ്റെ പേരിലാണ് കോൺഗ്രസിനോട് വിരോധം തുടങ്ങുന്നത്. CPMനോട് അനുഭവം തുടങ്ങുന്ന ആ പ്രശ്നത്തിൻ്റെ പേരിലാണ്. അത് നമ്മൾ മനസ്സിലാക്കാതിരിക്കേണ്ട. പിന്നീട് അദ്ദേഹം പിണറായിയുടെ ആരാധനാവുകയും കേരളത്തിൻ്റെ ക്യാബിനറ്റ് അവിടെ പോയി കേരളത്തിന് മിനി ക്യാബിനറ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊടുക്കുന്ന സംഭവം ഉണ്ടായി. പക്ഷേ എന്ന് മുതലാണ് കോൺഗ്രസ്സായിട്ട് അനഭിമതനാവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം മുതലാണ്. അത് ശരിയായ നടപടിയായിരുന്നു ചെയ്തത്. അപ്പോൾ നിയമ നടപടികൾ ഇവർ ഭയപ്പെടുന്നുണ്ട്. നിയമം ഇവരൊന്നും ചെയ്യില്ലെന്നും മരിക്കുന്നവർ ഇവർക്ക് അനുകൂലമായിട്ട് ഒന്നും ചെയ്യില്ലെന്നും രണ്ട് പ്രസ്താവന ഇവരുടെ നേതാക്കൾ പുറപ്പെടുവിക്കുന്നല്ല, ഭരണപരം ഒന്നും നിയമപരമായിട്ട് ഒന്നും ചെയ്യില്ലെന്നുള്ളതുകൊണ്ട് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇവരിത് ആവർത്തിക്കുന്നത്. അത് കേരളം സംബന്ധിച്ചാലും ഒട്ടും തന്നെ ആശ്വാസകരമായിട്ടുള്ള കാര്യമല്ല, നല്ലതല്ലാത്ത കാര്യമാണ് നൗഷാദിൻ്റെ കാര്യം. ഇന്ന് പറയുന്ന കാര്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന മലപ്പുറത്തെക്കുറിച്ച് ഈ നെറേറ്റീവ് ആരുടെ നെറേറ്റീവാണ്? മലപ്പുറത്തെക്കുറിച്ചുള്ള ഈ നെറേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വലതുപക്ഷം ഹിന്ദുത്വത്തിൻ്റെ സംഘ് പരിവാർ നെറേറ്റീവാണ്. ഇവർ ആവർത്തിക്കുന്ന കാര്യം എത്രയോ വീഡിയോനെ കുറിച്ച് ചെയ്തു. എത്രയോ മുമ്പും മലപ്പുറത്തെക്കുറിച്ച് അവഹേളിക്കുന്ന വിധത്തിൽ മലപ്പുറത്തെ ജനത്തെയും അപമാനവീകരിക്കുന്ന വിധത്തിൽ എത്രയോ പ്രസ്താവനകളുണ്ടായി. മനേകാ ഗാന്ധി പ്രസ്താവന ഉണ്ടായി. ഇതുപോലെ എനിക്ക് ആ വ്യക്തിയുടെ പേരറിയില്ല, പക്ഷേ അത് പ്രസിദ്ധനായിട്ടുള്ള ആളൊന്നുമില്ല. പക്ഷേ BJPയുടെ ചായ നിൽക്കുന്ന ഒരാൾ ഇവിടെ മലപ്പുറത്ത് ഏതൊരു ഗ്രാമമുണ്ടെന്ന് അവിടെ ഇസ്ലാമിക ഭരണമാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ എന്തുണ്ടായി? മലപ്പുറത്ത് ജീവിക്കുന്ന ആളാണ് ഞാൻ. മലപ്പുറത്ത് ഇത്രയും ദീർഘകാലം ജീവിക്കുന്ന ഒരാളും കൂടി എനിക്ക് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ ടാർഗറ്റ് ചെയ്തത്? മലപ്പുറത്തല്ല ടാർഗറ്റ് ചെയ്തത്. മലപ്പുറം ജില്ലയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഇവർക്ക് തർക്കങ്ങളുണ്ട്. അപ്പോൾ അതിലൂടെ നെഗറ്റീവ് ഉണ്ടാക്കുകയും അത് ആക്രമിക്കുന്ന അവിടെ വ്യക്തമായിട്ട് അറിയാം ഇവിടുത്തെ മുസ്ലിം ജനസാമാന്യത്തെയാണ്. അത് മലപ്പുറത്ത് മുസ്ലിം ജനസാമാന്യത്തെ മാത്രമായിട്ട് ചുരുക്കാണ്ടതില്ല, മുസ്ലിം ജനസാമാന്യത്തെ തന്നെയാണ് ആക്രമിക്കുന്നത്. കാരണം നൗഷാദ് മലപ്പുറംകാരൻ നിലയ്ക്കലല്ലോ ഉണ്ടായത്. അപ്പോൾ ഇത് ആവർത്തിക്കുന്നതിന് കാരണം ഇവിടുത്തെ സർക്കാരുകൾ, ഭരിക്കുന്ന സർക്കാർ LDF ആകട്ടെ UDF നടപടിയെടുത്തു. ഒന്നും ചെയ്യില്ലെന്നും ഇവരെ വീട്ടിൽ വീണ്ടും പോയി വോട്ട് വാങ്ങാൻ വേണ്ടി കൈ തൊഴിൽ നിൽക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നത്. അപ്പോൾ ഇനി ആവർത്തിക്കും. ഒന്നും സംഭവിക്കാതെ ആവർത്തിക്കും. നമ്മൾ കേട്ടുകൊണ്ടിരിക്കാൻ കാര്യം നമ്മുടെ നിസ്സഹായാവസ്ഥയാണ് മുതലെടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇഴവ സമുദായം സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. ശ്രീനാരായണനെ സംബന്ധിച്ചോളം ഇഴവ സമുദായം പ്രധാനപ്പെട്ട കാര്യമല്ല. അവരൊന്നും തരത്തിൽ ബാധിക്കില്ല. കാര്യം അദ്ദേഹത്തിനെ തന്നെ ഈ പലതരം വിജിലൻസ് കേസ് അന്വേഷണങ്ങൾ പലതും നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഒരു ശ്രീനാരായണ സമൂഹത്തിന് എത്ര സ്വാധീനം അദ്ദേഹത്തിനുണ്ടെന്ന് നമുക്ക് വ്യക്തമാണ്. കാര്യം ശ്രീനാരായണ സമൂഹത്തെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അതിനകത്ത് MK സാനു മാഷെ പോലുള്ള പ്രഗത്ഭനായിട്ടുള്ള നമ്മുടെ സാംസ്കാരിക നമ്മുടെ അങ്ങേയത്തെ നമ്മൾ ബഹുമാനിക്കുന്ന
സാംസ്കാരിക നയനം MK സാനു മാഷൊക്കെ സമരം ചെയ്തിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അഴീക്കോട് മാഷ് സമരം ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിനെതിരെ. ഇത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയട്ടെ, അടിവരായിട്ട് പറഞ്ഞ കാര്യം ഇവർ ഇനിയും ആവർത്തിക്കും. എന്തുകൊണ്ട് ആവർത്തിക്കുന്നു? ഇവർക്ക് അനുകൂലമായ രീതിയിൽ ജനം നിൽക്കുന്നുണ്ടല്ല, ഒരു ജനം അവർക്ക് അനുകൂലമൊന്നുമല്ല, തെറ്റിദ്ധാരണയാണ്. ഒരാൾ അനുകൂലിക്കുന്നില്ല, ശ്രീനാരായണീരെ അനുകൂലിക്കുന്നില്ല, ഇവിടുത്തെ ഒരു സമൂഹം വരെ അനുകൂലിക്കുന്നില്ല. പകരം ഇവർ അനുകൂലിക്കുന്ന ആരെന്നറിയോ? ഇവിടുത്തെ ഭരിക്കുന്നവരുടെ സംവിധാനം. അവർക്ക് പേടിയുണ്ട്, ഇവർക്ക് എന്തോരം വോട്ടുണ്ടെന്നും ആ വോട്ട് വരെ ഉപയോഗിക്കാൻ ഇവർക്ക് പറ്റുമെന്നുള്ള ഭയം കൊണ്ട് അവരൊന്നും ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ സ്വന്തം മകനിലൂടെ BJPയിലേക്കും അതുപോലെ തന്നെ തൻ്റെ ഒരു അനുഭാവത്തിലൂടെ CPMലേക്ക് ഒരേ സമയം പാലിട്ട് നിൽക്കുന്ന ഒരാളാണല്ലോ ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ ഗോകുലത്തിൽ വരെ ED കയറി ഇറങ്ങിയ ഒരു സന്ദർഭമാണ്. വെള്ളാപ്പള്ളിയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണമൊക്കെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം, അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം ഈ പ്രസ്താവനയ്ക്ക് പിറകിലുണ്ടെന്ന് നമുക്ക് സംശയിക്കാൻ പറ്റുമോ? അല്ല, BJP ഇത് നമ്മൾ ഉദ്ദേശിച്ച ഗോകുലം ഗോപാലൻ ഈ സിനിമയുടെ ഒരു പകുതി പ്രൊഡ്യൂസർ മാത്രമാണ്, എമ്പുരാൻ്റെ പകുതി പ്രൊഡ്യൂസർ. ഗോകുലം ഗോപാലനല്ല അതിൻ്റെ കഥ തീരുമാനിച്ചതും അതിൻ്റേതും അവസാന ഘട്ടത്തിൽ ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് എടുത്ത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഗോകുലം ഗോപാലിൻ്റെ ബിസിനസ് നേരിട്ട് ഈ വിഷയത്തെ റീഡ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ എങ്കിലും നമുക്ക് അറിയാവുന്നൊരു കാര്യം, ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി വെള്ളാപ്പള്ളിക്കെതിരെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ റെയ്ഡ് ഉണ്ടായ സമയത്തിൽ BJPയുടെ നമുക്കറിയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അറിവില്ലാതെ ഒരിക്കലും ED റെയ്ഡ് ചെയ്യില്ല. നമ്മൾ എമ്പുരാനായിട്ട് ഡയറക്റ്റായി ബന്ധപ്പെടുത്തുന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ചില അവ്യക്തതകളുള്ളത്. പക്ഷേ ആ റെയ്ഡ് നടന്നതിൽ ഒരുപക്ഷെ അതൊരു ആത്മഹർഷം കൊള്ളുന്നുണ്ടാവാം. ആ ആത്മഹർഷം കൊള്ളുന്നതിന് ആ നിലയ്ക്ക് ഒരു സർക്കാരിന് പുകഴ്ത്താനും സർക്കാരിൻ്റെ രാഷ്ട്രീയത്തിന്, BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയത്തിനും ഒക്കെ അനുകൂലമായിട്ടൊരു കാര്യം പറയാനുള്ള ഒരു അവസരം കിട്ടിയതാണ്. ഇത് വേറൊരു കാര്യം കൂടി ആലോചിക്കണം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് നമ്മുടെ പശ്ചാത്തലത്തിലും കൂടിയാണ് ഈ പ്രശ്നം ഉന്നയിക്കുന്നത്. അപ്പോൾ ആസൂത്രിതം വളരെ ബോധപൂർവ്വം പറഞ്ഞാണ്, വെറുതെ ഒരു പ്രസ്താവന നടത്തിയല്ല. അവിടെ നിലമ്പൂർ മത്സരം നടക്കാൻ പോവാണ്, തെരഞ്ഞെടുപ്പ് മത്സരം നടക്കാൻ പോവാണ്. അതിൻ്റെ അകത്ത് നമുക്കറിയാവുന്നൊരു കാര്യം, LDF-ആയി ബന്ധപ്പെട്ട് LDF-ന് വിട്ടുപോകുന്ന പി വി അൻവറാണ് നിലമ്പൂർ MLA ആയിരുന്ന ആൾ രാജിച്ച ഒഴിവിലാണ് ഈ ബൈ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ആ ഇലക്ഷനിൽ LDF-ന് ഒരു വളരെ പ്രധാനപ്പെട്ട ഇലക്ഷനാണ്. കാര്യം ആ ഇലക്ഷനിൽ LDF-ന് സീറ്റ് നിലനിർത്തുക എന്നുള്ള LDF-ന് പ്രധാനമാണ്. പക്ഷേ കോൺഗ്രസ്സിന് അവിടെ ഒരു അത്യാവശ്യം നല്ല ശക്തിയുള്ള മണ്ഡലമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കൂടിയാണ് പ്രസ്താവന. അപ്പോൾ BJPയുടെ വോട്ട് എവിടേക്കാണ് പോകാൻ, എവിടേക്ക് തിരിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാനം കാര്യം. മുസ്ലിം ലീഗ് UDF-ലായതോടെ മുസ്ലിം ലീഗ് UDF-ലാകുന്നതോടെ ഈ വോട്ടിന് ആസൂത്രിതമായി LDF-ലേക്ക് തിരിക്കാനുള്ള ശ്രമം കൂടി ഇതിൻ്റെ അകത്തും അത്തരം രാഷ്ട്രീയം ഉപയോഗിക്കാൻ മടിയില്ലാത്ത ആൾക്കാരാണ്. അതാണെന്ന് സംശയിക്കേണ്ടി വരും. നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവില്ലെങ്കിൽ കൂടി സംശയിക്കേണ്ടി വരും. കാര്യം അല്ലെങ്കിൽ അവിടെ ഈ ചുങ്കത്തറ പോലെ സ്ഥലത്ത് ഇത്തരം പ്രസ്താവന നടത്തേണ്ട യാതൊരു ആവശ്യമില്ല. കേരളത്തിനകത്തൊരു ഡിസ്കഷൻ പോയിൻറ്റും അല്ല അത്. കേരളത്തിൽ അത്ര ഡിസ്കഷൻ പോയിൻറ്റും ഇല്ല. കാര്യം കേരളത്തിൽ ജാതി സർവേയെക്കുറിച്ചൊക്കെയാണ് ഡിബേറ്റ് ചെയ്യപ്പെടുന്ന പോയിൻറ്റ്. CPM-ന് അഖിലേന്ത്യാ സമ്മേളന ചർച്ച ചെയ്ത ജാതി സർവേ പോലെ വിഷയങ്ങളാണ് കേരള സംസ്ഥാനം നടത്തണം. അതാണ് ഡിബേറ്റ് ചെയ്യപ്പെടുന്ന പോയിന്റ്. അല്ലാണ്ട് ഇവിടെ മുസ്ലിം സമുദായത്തെ എന്തോ ഒരു തരത്തിലുള്ള തിക്താനുമോ നേരിടുന്ന ഇവിടെ ഡിബേറ്റ് ചെയ്യപ്പെടുന്ന എൻ്റെ അറിവിലില്ല. നമ്മൾ ഈ അടുത്ത കാലത്തും കേട്ടില്ല അങ്ങനെ വാർത്ത. അപ്പോൾ ഇത് ഉണ്ടാക്കിയത് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതിൻ്റെ ഗുണഫലം ആർക്ക് കിട്ടുന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ മുസ്ലിം ലീഗ് UDF-ലായതുകൊണ്ട് അവർ പ്രതിരോധത്തിലാകുന്നൊരു വർത്താനം കൂടിയാണ് ഇതിൻ്റെ അകത്ത്. ഇതുകൊണ്ട് പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, ഇതുകൊണ്ടൊന്നും മലപ്പുറത്തുള്ള സാമാന്യ ജനം ഇത് അനുകൂലിച്ച് ഇതങ്ങോട്ട് കേട്ട് പിറ്റേ ദിവസം പോയി മുസ്ലിം വിരുദ്ധരോ ലീഗ് വിരുദ്ധരോ അല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധരോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ അങ്ങനെ ആവണം. ഈ രണ്ടുപേരും നടത്തിക്കൊണ്ട് പ്രസ്ഥാനം അങ്ങനെയാണ് കേരളം എപ്പോഴും മാറേണ്ടതായിരുന്നു. ഇവരെ പുല്ല് വില കൽപ്പിച്ചില്ല എന്ന യാഥാർത്ഥ്യം അത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ അഭിപ്രായങ്ങൾക്ക് പുല്ല് വില ഒരു വിലയാരും കൽപ്പിക്കുന്നില്ല. നിസ്സാരമായിട്ട് തൊഴിച്ചു കളയാവുന്ന അഭിപ്രായങ്ങളാണ് ഇവർ പറയുന്നത്. അതാണ് കാര്യം. ഇവർ ആവശ്യപ്പെട്ട ആൾക്കാർ ജയിച്ചിട്ടുമില്ല. ഇവർ തോൽപ്പിക്കുന്ന ആൾക്കാർ വൻ ഭൂരിപക്ഷം ജയിച്ച ചരിത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി പേരെ മുമ്പിൽ പോയി കീഴടങ്ങുന്നത് സത്യം അധാർമികമായ അവരുടെ ചിന്ത കൊണ്ടും കഴിവുകൾ കൊണ്ടും ഈ വിധേയ മനസ്സുകൊണ്ടുമാണെന്നാണ് എൻ്റെ തോന്നൽ. ഈ വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ വടക്കൻ കേരളത്തിലേക്ക് അത്രയധികം പരിചയം കാണില്ല. SNDPക്ക് അങ്ങനെ വേരുറപ്പുള്ള മണ്ണല്ല വടക്കൻ കേരളം എന്ന് പറയുന്നത്. എന്നാൽ തെക്കൻ കേരളത്തിൽ അങ്ങനെയല്ല. അദ്ദേഹത്തിന് നല്ലൊരു കരുത്തുണ്ട്, വോട്ട് ബാങ്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ഘടകങ്ങൾ കൂടിയുണ്ട്. ഇതിപ്പോൾ മലപ്പുറത്ത് വന്ന് മലപ്പുറത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തുകയാണ്, ഒരു രാജ്യമാണെന്നൊക്കെ പറയുകയാണ്. അതേപോലെ അദ്ദേഹം ഈ പ്രസ്താവന നടത്തുമ്പോൾ അതിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഇവിടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടോ, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇതുവരെ നമുക്ക് മര്യാദക്കൊന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, നമുക്കൊരു സ്കൂളുണ്ടോ കോളേജ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ മലപ്പുറത്തല്ലെങ്കിലും കേരളത്തിൽ മുഴുവൻ എടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ വെള്ളാപ്പള്ളിക്ക് കീഴിലുള്ള കോളേജുകളും അതുപോലെ
ഇവിടെയുള്ള മുസ്ലിം മാനേജ്മെൻറ്റുകളുടെ കോളേജുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യത്തോട് യോജിക്കണ്ടേ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്ന സമയത്ത്? അല്ല, നമ്മൾ മനസ്സിലാക്കണം, യാഥാർത്ഥ്യത്തോട് യോജിച്ചുകൊണ്ടല്ലോ അഭിപ്രായം പറഞ്ഞത്. യാഥാർത്ഥ്യം പഠിച്ചിട്ടോ യാഥാർത്ഥ്യ ബോധത്തോടല്ലോ പറയുന്നത്. ഇത് എന്താണ് മലപ്പുറത്തെക്കുറിച്ച് ഈ കെട്ടുകഥ, കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന കെട്ടുകഥ, ആവർത്തിക്കപ്പെടുന്ന BJPയും സംഘപരിവാരും ആവർത്തിക്കുന്ന ഈ കെട്ടുകഥ, ഇത് ഇവർ യാഥാർത്ഥ്യ ബോധത്തോട് പറയുന്നല്ലോ. ഇതെന്തിനാണ്? ഉപയോഗിക്കാൻ വേണ്ടിയാണ്. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് മുസ്ലിം സാമാന്യ ജനം അവിടെ കൂടുതലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു കെട്ടുകഥ ഉണ്ടാക്കുന്ന, കേരളത്തെക്കുറിച്ചൊരു കെട്ടുകഥ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ കേരള സ്റ്റോറി വന്നില്ലേ, ലവ് ജിഹാദിനെ കുറിച്ച് കെട്ടുകഥ ഉണ്ടാക്കി. ഇത് ആവർത്തിക്കും ഇത് കഥ. മുനമ്പം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നില്ലേ? മുനമ്പം കേരളത്തിലൂടെ മുസ്ലിം മത നേതാക്കളും സമുദായ നേതാക്കളൊക്കെ പരിഹരിക്കാൻ ആവർത്തിച്ച് പറയുകയും പറയുന്ന സമയത്ത് അത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നില്ലേ? ആ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിശബ്ദ പാലിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഇല്ലേ? അത് വൈകിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ ഇത് ആസൂത്രിതമായിട്ട് പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. ആ ആസൂത്രിത പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണും. പക്ഷേ എൻ്റെ ഒരു തോന്നലിൽ മനസ്സിലായി, നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയ കാര്യം, ഈ പ്രസ്താവനയ്ക്കപ്പുറം ഒരു വില ഇതിന് കിട്ടുന്നില്ല. അതാണ് കുറച്ച് ചെറിയൊരു ഭാഗം ആൾക്കാർ നമ്മൾ ചർച്ച ചെയ്യും, ചില മാധ്യമങ്ങളിൽ എടുത്ത് വാർത്ത കൊടുക്കുന്നല്ലാതെ അതിനായിരിക്കും ഇവർ പറയുണ്ടാവുക. അതിലപ്പുറം ഇവർക്ക് യാതൊരു പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇവർ പറയുന്ന കാര്യം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഇവരുടെ പ്രസ്താവനകളൊക്കെ എന്ത് പ്രാധാന്യത്തെ സമൂഹം ഒട്ടും എടുക്കുന്നില്ലോ. ഇതാണ് നമ്മൾ. പക്ഷേ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് വരാൻ നമ്മൾ മനസ്സിലാക്കേണ്ട, അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ഈ വിദ്യാഭ്യാസ പ്രശ്നങ്ങളിൽ നമ്മുടെ കേരളം നേരിടുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് +2 സീറ്റുമായി ബന്ധപ്പെട്ട് വേറെ വിഷയങ്ങൾ നിൽക്കുന്നുണ്ട്. അതൊക്കെ പ്രധാനപ്പെട്ട വിഷയം. അതിനൊക്കെ മൂടി വയ്ക്കുന്നത്. അതുപോലെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ. അതിനെയൊക്കെ മറികടന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ യാഥാർത്ഥ്യബോധത്തിൽ വ്യക്തമല്ലേ? യഥാർത്ഥ പ്രശ്നം പഠിക്കുന്നില്ല. യഥാർത്ഥ പ്രശ്നം പഠിക്കുന്നില്ലാണ് ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായ കാര്യം. പിന്നെ കേരളത്തിൽ മലപ്പുറത്തിന് പ്രത്യേക സ്റ്റാറ്റസൊന്നും ഇല്ല എന്നുള്ളത്, ഒരു സ്റ്റാറ്റസും ഒരു പാർട്ടിയും കൊടുത്തിട്ടില്ല. ഇതുപോലെ അവമതിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. മറ്റെല്ലാ ജില്ലകളെ പോലെ തന്നെ ഇതുണ്ട്. അപ്പോൾ ഇപ്പോൾ SN കോളേജ് എത്ര സ്ഥലത്തുണ്ട്? എത്ര ജില്ലകളിൽ വളരെ പ്രധാനപ്പെട്ട SN കോളേജുകളുണ്ട്. അത് നമ്മൾ കാണാതിരിക്കരുതല്ലോ. വലിയ പ്രധാനപ്പെട്ട SN കോളേജുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ വീണ്ടും ഈ അടിവരപ്പെടും, ഇതൊക്കെ എന്താ അറിയുമോ? ഇത് പറയുന്നത് ഒന്നും സംഭവിക്കില്ലാവരുണ്ടല്ലോ. എന്ത് വേണമെങ്കിൽ പറയാം, എന്ത് വൃത്തികേട് വിളിച്ച് പറയാം, ഒന്നും സംഭവിക്കാമെന്ന് തോന്നുന്നു. കാര്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഭരണാധികാരി മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമോഫോബിയക്കെതിരെ UN പ്രമേയമുണ്ട്. നമ്മളൊരു ദിവസം അതിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്കാണ് അന്താരാഷ്ട്ര തലത്തിന് ആലോചിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കാൻ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു സെക്യുലർ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നുണ്ടെങ്കിൽ, ആ സെക്യുലർ രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പെരുമാറുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഈ അവമതിപ്പുകളെ നേരിടാനും കൂടിയുള്ള ആർജവമാണ് സെക്യുലർ രാഷ്ട്രീയ ബോധം. അല്ലാണ്ട് നമ്മൾ എന്താ പറയുക, ചില പ്രസ്ഥാനം നടത്തി സെക്യുലർ ബോധം ആൾക്കാരെ പഠിപ്പിക്കാൻ മാത്രമല്ല, ഇതിനെ നേരിടാനുള്ള കരുത്തും കൂടി രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണം. എവിടെ ഒരു പ്രതികരണം, ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പ്രതികരണങ്ങൾ കേട്ടോ? ഏതെങ്കിലും പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അതിന് ആ ശക്തിയുക്ത അപ്പോൾ എതിർക്കേണ്ടതല്ലേ? എന്ത് എതിർത്തില്ല? ഒരു BJP നേതാവിൻ്റെ കയ്യിൽ നിന്നാണ് വന്നിരുന്നെങ്കിൽ എതിർപ്പുണ്ടാവും. കാര്യം നമ്മൾ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ തന്നെ കാണണം. കാര്യം ഈ പ്രസ്താവനയാണ് പ്രശ്നം. ഈ പ്രസ്താവന തന്നെ ഈ പ്രശ്നം ആവർത്തിക്കുന്നു. അതിന് നേരിടാനുള്ള ചങ്കൂറ്റം വേണം. അപ്പോൾ ചങ്കൂറ്റില്ലാത്ത രാഷ്ട്രീയ നേതാക്കളാണ് നമ്മുടെ ദൗർഭാഗ്യരാവസ്ഥ കാണിച്ചു തരുന്നത്. ഈ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത്, ഇന്ന് മലപ്പുറത്താണ് ഈ ഇങ്ങനൊരു പ്രസ്താവന നടത്തിയത്, മലപ്പുറത്ത് വെച്ചാണ്, മലപ്പുറത്തെക്കുറിച്ചാണ്. അതിനുശേഷം മലപ്പുറത്ത് നിന്നുള്ള നേതാക്കളോട് തന്നെ ചോദിച്ച സമയത്ത് സ്വാഭാവികമായും ഇതൊന്നും വലിയ ഇഷ്യൂക്കണ്ട എന്നുള്ള രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് കേട്ടത്. ഇത് ഈ ചങ്കൂറ്റം ഇല്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണോ, അതല്ല ഈ വെള്ളാപ്പള്ളിയെ അങ്ങനെ തന്നെ അവഗണിക്കാം എന്നുള്ളൊരു കൂട്ടായ തീരുമാനത്തിന്? അല്ല, അവഗണിക്കുക എന്നുള്ള തീരുമാനമാണ് ശരിയായ തീരുമാനമാണ്. ഇത്തരം അഭിപ്രായങ്ങളൊക്കെ തൃണവൽഗണിക്കേണ്ടതാണ്, പൂച്ഛിച്ച് തള്ളേണ്ടതാണ്. കാര്യം യാതൊരു വിലയും യാതൊരു പ്രസക്തിയില്ലാത്ത അഭിപ്രായം, സ്വയം പ്രസക്തനാകാൻ വേണ്ടി നടത്തുന്ന അഭിപ്രായങ്ങളാണെന്നുള്ള കാര്യം. അതുകൊണ്ട് അത് ബുദ്ധിപൂർവ്വം വിവേകമുള്ള തീരുമാനം. പക്ഷേ ഞാനതല്ല ഉദ്ദേശിക്കുന്നത്. നിയമപരമായിട്ട് അതിൻ്റെ അകത്ത് പ്രശ്നമുണ്ട്, ഒരു നിയമപര പ്രശ്നമുണ്ട്. കാര്യം ഇത്തരം പ്രസ്താവന നടത്തുന്നത് നിയമപരമായി തെറ്റാണ്. കാര്യം ഈശ്വരൻ നടപടിയെടുത്താണ്. ആ നിയമപര നടപടി എടുക്കാൻ എന്തുകൊണ്ട് ചെറിയ അനക്കം, ഒന്നും എടുത്തില്ലെങ്കിൽ പോലും എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തല്ല, എടുക്കുന്നുള്ള യാഥാർത്ഥ്യം വിളിച്ച് പറയാമല്ലോ. ഇത്തരം നിയമവിരുദ്ധമാണെന്ന് പറയാൻ പറ്റുമല്ലോ, എന്ന് പറയാത്തത്. അതുകൊണ്ട് അവഗണിക്കുക എന്നുള്ളത് ശരിയായ സമീപനം തന്നെയാണ്. കാര്യം നിങ്ങൾക്ക് വില കൊടുക്കേണ്ട ആവശ്യമില്ല. യാതൊരു അപ്രസക്തവും അപ്രധാനമായിട്ടുള്ള കാര്യത്തിന് വില കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വില കിട്ടാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ, ദുരുദ്ദേശപരമായ അഭിപ്രായങ്ങൾ പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നിയമം അത് നോക്കി നിൽക്കില്ല എന്നൊരു സന്ദേശം പോകേണ്ടതുണ്ട്. അത് പറയാനുള്ള ആർജവില്ലായ്മ എന്തുകൊണ്ടാണ്? ഞാനിത് പറയുന്ന ആർജവില്ല, കേരളം ഭരിക്കുന്ന നേതാക്കളോടെ ചോദിക്കുന്നത്, എന്തുകൊണ്ട് അവർക്ക് ആർജവില്ല? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം വഖഫ് ബില്ല് ലോക്സഭയും രാജ്യസഭയും കടന്നു. അതുമായി ബന്ധപ്പെട്ട പാർലമെൻറ്റൊക്കെ പ്രക്ഷുബ്ധമായി. ഈ നമ്മുടെ മലപ്പുറത്ത് വന്നാണ് പ്രസ്താവന നടത്തുന്നതെങ്കിലും വെള്ളാപ്പള്ളിയെ കേൾക്കുന്ന വലിയൊരു വിഭാഗം തെക്കൻ കേരളത്തിൽ ഉണ്ട്, ബേസുള്ള വലിയൊരു വിഭാഗമുണ്ട്. അവർക്കിടയിൽ ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തന്നെ സുരേഷ് ഗോപിക്ക് ഒരു മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഏത് രൂപത്തിലാണെങ്കിലും
മുനമ്പം ഈ വഖഫുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കലങ്ങിയ ഒരു അന്തരീക്ഷത്തിൽ അതിൽ തൻ്റെ കൂടി ഒരു സ്ഥാനം ഉറപ്പിക്കാൻ വെള്ളാപ്പള്ളിക്ക് ഈ പ്രസ്താവനയിലൂടെ ഒരു ഉദ്ദേശം ഉണ്ടാവും? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാര്യം എന്നറിയോ, ഈ വഖഫെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, അത് LDFിലായിട്ട് UDFിലെ രാഷ്ട്രീയ പാർട്ടികളായിട്ട് ദേശീയ തലത്തിൽ തന്നെ വഖഫിനെ ചെറുത്തിട്ടുണ്ട്. ഇപ്പോഴും കേരളം സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പാർട്ടികളും ചേർന്നാണ് കേരളത്തിൻ്റെ ഭൂരിപക്ഷം. പ്രധാനപരമായ ഭൂരിപക്ഷം കേരളത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ രണ്ട് മുന്നണികളുടെ പാർട്ടികളാണ്. ബാക്കിയുള്ളത് നമുക്കറിയാം 20% വോട്ടാണ്. അപ്പോൾ 80%, കേരളത്തിൽ 80% എന്ന് പറയുന്നത് ഈ വഖഫ് നിയമത്തിനെ എതിർക്കുന്നവരാണ്. അതിനെ പ്രമേയം നമ്മൾ നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. ആ നിലയിൽ വഖഫ് നിയമം ഇവിടെ ഒരു എന്താ പറയുക, ആ നിലയിൽ ഇവിടെ ജനങ്ങൾക്കിടയിൽ വ്യാപകമായ പ്രചരണം നടത്തുന്നുണ്ട്. വഖഫ് നിയമത്തെക്കുറിച്ച് തെറ്റായ പ്രചരണം. അതായത് ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങൾക്കെല്ലാം ഒരു പ്രശ്നം ഉണ്ട കാര്യം, വഖഫ് നിയമം എന്താണ്, അതിൻ്റെ ഒരു സ്വഭാവം എന്താണ്, അതൊക്കെ ഒരു അധിനിവേശ നിയമമായിട്ടാണ് പല ആൾക്കാരും അവതരിപ്പിക്കുന്നത്. അത് ഇത്തരം വ്യാപകമായ പ്രചരണ തന്ത്രങ്ങൾ അവരുടെ മാധ്യമങ്ങൾ നടത്തുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ അതൊക്കെ ആൾക്കാരിലേക്ക് അരിച്ചിറങ്ങേണ്ടത് നമ്മുടെ മുമ്പിൽ പ്രശ്നം. മുനമ്പം ഒരു സീരിയസ് ഇഷ്യൂ ആണ്. അത് സീരിയസ് ഇഷ്യൂ ആണെന്ന് മുസ്ലിം സംഘടന നേതാക്കളും മുസ്ലിം മത സമുദായ നേതാക്കളും തന്നെ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞാണ്. അത് പരിഹരിക്കാനുള്ള വഴിയൊരു പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണ് വൈകിച്ചു കൊണ്ടുപോകണമെന്ന് നമുക്ക് മനസ്സിലാവാത്തത്. ഇവിടെ ഇപ്പോൾ സാമാന്യ ജനത്തിനും പൊതുജനത്തിനും നമ്മൾ ഈ കാര്യം നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവാത്ത എന്തിനാണ് വൈകിച്ചു കൊണ്ടുപോകുന്നത്. ഇത് വഖഫ് നിയമത്തിന് കേരളത്തിന് മാതൃക വരുന്നു. വഖഫ് നിയമത്തിൻ്റെ ഈ ഭേദഗതി അല്ലാതെ തന്നെ കേരളം എങ്ങനെ പരിശ്രമം പരിഹരിച്ചു എന്ന് മാതൃക, കാരണം ഇടതുപക്ഷ മാതൃക അല്ലെങ്കിൽ ബദൽ മാതൃക, നമ്മുടെ കേരള ബദൽ മാതൃക തന്നെ. പക്ഷെ നമുക്ക് എപ്പോഴും പരിഹരിക്കാമായിരുന്നത്, ഈ വഖഫ് നിയമ ഭേദഗതി വരുന്നതിന് മുമ്പ് തന്നെ പരിഹരിക്കാമായിരുന്നൊരു കാര്യത്തെയാണ് നമ്മൾ ഈ പെരുപ്പിച്ച് വേറെ ഇതിലൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വിഷയം ഉണ്ടാക്കി. സ്വാഭാവികമായിട്ടും അതുണ്ടാക്കുന്ന ഓളങ്ങൾ, അപ്പോൾ സമുദായങ്ങൾ തമ്മിൽ ഭിന്നിച്ച് നിൽക്കുക, അവർ ഫ്രിക്ഷൻ നിലനിൽക്കുക, ഇതൊക്കെ തന്നെ രാഷ്ട്രീയം ഉപയോഗപ്പെടുത്താൻ പല ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. അതിന് നിൽക്കേണ്ടതില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ശരിയാണ്. ഈ ഒരു അന്തരീക്ഷത്തിലാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഇത്തരം അന്തരീക്ഷത്തിൽ ഒരു കാര്യമുണ്ട്. ഈ തെക്കൻ കേരളം എന്ന് പറഞ്ഞാൽ ഞാൻ പഴയ ഒരു കാര്യമൊക്കെ 90കളുടെ കാലത്തൊക്കെ ഈ വടക്കൻ കേരളത്തിലേക്ക് CPMനെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ആദ്യം ഈ SN പ്രസ്ഥാനം വ്യാപിപ്പിച്ചത്. അങ്ങനെ ചരിത്രമുണ്ട്. തെക്കൻ കേരളത്തിൽ മാത്രമല്ല, വടക്കൻ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ 90കളിലാണിത്. 90കളിൽ വടക്കൻ കേരളത്തിൽ, വടക്കൻ ഗ്രാമീൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളിലും പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലും അവിടുത്തെ ശ്രീനാരായണ ഭക്തരിലും തീയ സമുദായത്തിനിടയിലൊക്കെ തന്നെ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ഈ വെള്ളാപ്പള്ളിയുടെ സ്വാധീനം ഉണ്ടാക്കുന്നൊരു സംഘർഷ കാലഘട്ടം ഉണ്ട്. ചരിത്രം നോക്കിയാൽ അറിയാൻ പറ്റും. അത് പിന്നീട് ആ പ്രശ്നം കാര്യം എന്താ പറയുക, ആ രീതിയിൽ അത് ഒരു ഭിന്നിപ്പിലേക്ക് പോകാൻ പറ്റും. പക്ഷേ അവിടെയൊക്കെ തന്നെ എന്താ പറയുക, ഒരു CPMൻ്റെ പല പ്രധാനപ്പെട്ട കോട്ടകളിലേക്കും ഇറങ്ങി ചെല്ലാനും ആ രീതിയിലൊക്കെ ശ്രമം നടന്നിട്ടുണ്ട്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തായിരുന്നുള്ള കാര്യം നമ്മൾ പുനർവിചിന്തനം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ കൃത്യം താല്പര്യം ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കാര്യം 90കളുടെ ശേഷം ഇന്ത്യയിൽ തന്നെ ഒരു ഹിന്ദുത്വ മൂവ്മെൻറ്റിൻ്റെ വ്യാപകമായിട്ടൊരു മാസ് മൂവ്മെൻ്റ് ആവുന്നത്. അപ്പോൾ അതെന്തായിരുന്നു ഇപ്പോൾ പക്ഷേ അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്, അവിടുത്തെ നാട്ടുകാർ പ്രതിരോധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഈ കലങ്ങിയ വെള്ളം എന്നല്ല, ഈ അന്തരീക്ഷം നമ്മൾ കലങ്ങിയ വെള്ളം എന്ന വാക്കിനേക്കാൾ ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൂഷിതമായ അന്തരീക്ഷം മനഃപൂർവ്വം തെറ്റായ ആഖ്യാനങ്ങൾ പ്രചരിപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ മുതലെടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കല്ല, ഇതുപോലുള്ള ഛിദ്രശക്തികൾ ശ്രമിക്കും. അതിന് ആ നിലയ്ക്ക് തന്നെ നേരിടേണ്ട കാര്യം അതൊക്കെ ഒരു സോഷ്യൽ ഫ്രാഗ്മെൻറ്റേഷൻ വരുത്താനുള്ള ബോധവർഷമാണ്. സോഷ്യൽ ഫ്രാഗ്മെൻറ്റേഷൻ വരുത്താനുള്ള ബോധവർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പാലിക്കുന്ന ഭരണഘടനാ വിരുദ്ധമാണ്, അത് നിയമവിരുദ്ധമായിട്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിയമവിരുദ്ധമായി തന്നെ മനസ്സിലാക്കുകയും അതിന് നിയമവാരം നേരിടുകയാണ് അതിൻ്റെ ശരിയായ മാർഗ്ഗം എൻ്റെ അഭിപ്രായം. അതെ, വെള്ളാപ്പള്ളി നടത്തിയ പരാമർശം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതിൻ്റെ പേരിൽ മലപ്പുറത്തെ മുൻനിർത്തിയുള്ള ഇസ്ലാമോഫോബിക്കായ പ്രചരണങ്ങൾ അതിനാക്കം കൂട്ടുന്നതാണ്. അത് നിയമപരമായി തന്നെ നേരിടേണ്ടതാണ്. ഇത് സമൂഹത്തിൽ ഛിദ്രത വളർത്തുന്ന ഇത്തരം പരാമർശങ്ങളിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ഇതിനു വേണ്ടി മുൻകൈയെടുക്കുമ്പോൾ അത് നിയമപരമായി തന്നെ നേരിടേണ്ടതുണ്ട് എന്നാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.